ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു അങ്ങനെയൊന്നും പറയുന്നു. ഇത് നമ്മുടെ കൂടി ഇറങ്ങാം. ഇതുവഴിയാ പുതിയ റോഡ് വരുന്നത്. നിങ്ങളുടെ റോഡാ ഇങ്ങനെയുള്ള ഷെയ്മാണ് റോഡിലേക്ക്. വലിയ മരം. ഇവിടെ നമ്മൾ ആനയെ കാണാനാണ് പോകുന്നത് ഗൈസ്. ഇവിടെ ആനയുണ്ടെന്ന് പറഞ്ഞു. ഇഷ്ടം ആന കിടക്കുന്നല്ലോ അവിടെ. ഭയങ്കര തണുപ്പായിട്ടും എപ്പോഴാണെങ്കിൽ എന്ത് സംഭവിക്കാന്നുള്ള രീതിയാണ് കേട്ടോ. ഇതുവഴി ആന ഇറങ്ങുന്നുണ്ട്. ഇവിടൊക്കെ വരുന്ന ഇവിടെ ആനപ്പെണ്ണ ചീവീട് അല്ലെങ്കിൽ ഇത് മലയാളം മലയാളനെ കാണിച്ചതാ. ഇവിടെ കൈസ് മലയാളം അയക്കുന്നത് ഉണ്ടാ. ഇത് ഏതാണ്ട് തിന്നോണ്ടിരിക്കുക. ഇവിടെ കൈസ് മലയാളം ഇരിക്കുന്നു. മലയാളം ഇത്ര അടുത്ത് കണ്ടിട്ടുണ്ടോ? തിന്നുക. രണ്ട് കാ വരച്ച് തിന്നുവാണേ. എന്തോ കാ വരച്ച് തിന്നുവാടാ. പുളിയാടാ, പുളിയുടെ ഇലയാ. നമുക്കിനകത്ത് പണ്ടേ താക്കോൽ നടക്കുമല്ലേ. നമ്മളെപ്പോഴും തോട്ടപ്പുഴ ഉണ്ടോ? ഏയ് കല്ലും മുള്ളും. എവിടാ? എങ്ങോട്ടാ നീ? എന്നാ അങ്ങോട്ട് പോയാ ഇതുവഴി കയറി. ഇതുവഴിയൊക്കെ ആന വരുന്ന അങ്ങോട്ട് പോവാം. അതിന് അതുവഴി അത് കയറേണ്ട ആവശ്യമില്ല. ഇതുവഴി വരും. മലയാളം നമ്മളപ്പോൾ അത്ര അടുത്ത് കണ്ട് ഗൈസ്. ഇവിടെ ചെറിയ ഇതുണ്ട്. ഈ മരത്തിൻ്റെ വേരൊക്കെ ഉണ്ടോ? മറ്റേ ഷേപ്പ് ഡിസൈനായിട്ടുള്ള മരത്തിൻ്റെ വേരൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ. ഇതെന്താ? ചീവീട് എനിക്ക് അതൊക്കെ റെക്കോർഡിങ് ആണ്. നോക്കണോട്ടെ. അതൊരു കാട്ടുവാസി. ഇവിടുന്ന് മറ്റേ റാന്നിയും മറ്റേ ചാടത്തില്ലേ?
പെരുന്നാട് ലാഹ ലാഹ വരെ നിങ്ങൾ പോവാണ്, നിങ്ങൾ സമ്മതിക്കണം. ആണോ അതിൻ്റെ കൂടല്ലോ അത് മലയാളം ആ കാണുന്നത് കിട്ടൂടെ അതിനകത്ത് ഷോപ്പിലല്ലേ. ഇവിടെ നമ്മൾ കണ്ട മലയർലാൻ്റെ കൂടാണ്. ഭയങ്കര ചീവീടിൻ്റെ അലയാട്ടോ. ദൂരിക്ക് ഇറങ്ങിപ്പോവും. ഇവിടെയൊക്കെ ആന ഇറങ്ങുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ അകത്തോട്ട് പോയി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. മരമൊക്കെ ഉണ്ടോ? എന്ത് വലിയ മരം. ഉണ്ടോ? ഇതിൻ്റെ വേറെ ഞാൻ എൻ്റെ കൈ വെച്ച് കാണിക്കും. ഇതുണ്ടോ? പറഞ്ഞ് കയറി പോവാണ്. മണ്ടോട്ട് കയറാൻ ഇച്ചോട് കയറാ. ഫോട്ടോ അല്ല വീഡിയോ, പ്ലേയിങ് വീഡിയോ. ഇച്ചോട് കയറാ. 2 പിടിയും കൂടി കയറാണ്. അവിടെ ചവിട്ടാ, അവിടെ ചവിട്ടി കയറാൻ. ചെരുപ്പ് പോരാ, ചെരുപ്പിട്ടുണ്ട് മരത്തെ മൊണ്ണ. കയറി ആ വള്ളി പിടി. എടാ ഇച്ചോട് കയറി. ഇൻട്രസ്റ്റിംഗ് ആട്ടെ, ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് വരണ്ടേ. ഗ്ലസം കയറിക്കാ. ഹെൽമെറ്റ് വെച്ചു. നീ അവിടെ നിൽക്കേ. നിങ്ങൾ കയറ്, ഫോട്ടോ എടുക്കാം. നീ അവൻ കയറട്ടെ. അവനും കയറട്ടെ. നിങ്ങൾ കയറ്. മഞ്ഞുമൽ ബോയ്സ് ആകോ, കാട്ടുമൽ ബോയ്സ്. ഗൈസ്, കാട്ടുമൽ ബോയ്സ് ആണിത്. ഞാനിവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഞാൻ കയറായിരുന്നു. അല്ല, എനിക്ക് പറ്റത്തില്ല, എൻ്റെ കൈക്ക് ചെറിയ സീനായിട്ടിരിക്കുന്നത്. ഇത് അവൻ കയറിപ്പോന്നുണ്ട്. അപ്പോൾ അങ്ങ് വേണേൽ മണ്ട വരെ കയറാം. പിന്നെ ഇച്ചിരി റിസ്ക്കാണ്. അവൻ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്, സേഫ്റ്റി നോക്കിയിട്ടാണ് പോകുന്നത്. ഇപ്പോഴും നമ്മൾ സേഫ്റ്റി നോക്കണം. ഇപ്പോൾ വല്ല ആന വല്ലതും വന്നാൽ അമ്മ രക്ഷപ്പെടും, ഞാൻ മാത്രം ഇടും. പിന്നെ തുമ്പിക്കയിട്ട് ചായ കുടിക്കുന്നതെന്ന് ചോദിക്കും. അതെ, ഇവൻ കയറുന്നുണ്ടോ? ഇവൻ ഇങ്ങനെ കയറാൻ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഡയറക്റ്റ് എടുത്ത് ഇത്രയും വലിയ മരമാണ് കണ്ടോ, മതിലാടി ഹീലുള്ളതാണ്. അതുകൊണ്ടാണ്. ഓ നൈസ് ഗൈസ്. എനിക്ക് മാത്രം കയറാൻ പറ്റത്തില്ല, ഞാൻ മാത്രമാണ് നിൽക്കുന്നത്. മരി കയറിപ്പോമോ ഉണ്ടോ? വെള്ളം അതിനെ മണ്ടൊക്കെ ആണ്ടൊക്കെ വീഴുന്നു. നമുക്ക് കുലുക്കിയിടുവാ മണ്ടത്. ഇറങ്ങിക്കോ, അത് തൂങ്ങി ഇറങ്ങടാ. നീ ഇവിടെ നിൽക്കേ, ഇറങ്ങട്ടെ. എൻ്റെ അടുക്ക നീ ഇറങ്ങടാ. ഈ അമ്പാറ്റ മറ്റേ ട്യൂണില്ലടാ അമ്മമാരിടുന്നേ. ഈ അമ്പാറ്റ ഇത്ര വലിയ മരത്താണ് ചാടി ഇറങ്ങി വരുവാ. തൂങ്ങി ഇറങ്ങ്. നമുക്കിനി വേണ്ടി ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാം. നിങ്ങളൊരു മിനിറ്റ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങൾ 3 പേരുണ്ട്. ഓക്കെ, വണ്ടി എടുക്കാൻ പോകുമ്പോൾ വണ്ടി എടുത്തു. ഇവിടെ നിന്ന് വണ്ടി ചേട്ടി എന്തിനാ എൻ്റെ ഹെൽമെറ്റ്. ഗൈസ്, നമ്മളെപ്പോഴും സേഫ്റ്റി നോക്കണം. നമ്മൾ കീ കൊടുക്കട്ടെ. ടേക്ക് ഇറ്റ്. ഭയങ്കര അലമ്പാണ്. എൻ്റെ ഹെൽമെറ്റ് ഒന്ന് വിട്ടിട്ട് ലൈറ്റ് കത്തുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ച് തരാൻ ആൾക്കാരുണ്ട്. കേട്ടോ, നേരെ വെക്കാം. ഉപ്പ് വരെ ഇട്ട് തരാൻ ആൾക്കാരുണ്ട്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോവാം. ഇനി ഇവിടുന്ന് അകത്തോട്ട് പോകുമ്പോൾ കാണാരി. വണ്ടി സ്റ്റാർട്ടാക്കി. ലൈറ്റ് കത്തി കണ്ടോ, ലൈറ്റ് കത്തും. ഭയങ്കര കൊച്ചു പിള്ളേരുടെ സ്വഭാവം. ലൈറ്റ് കത്തണം, ഫോൺ അടിക്കണം, അങ്ങനെയൊക്കെയാണ് പറയും. സംഭവമുണ്ട്.
പണിയോ പത്തനംതിട്ടയ്ക്ക് ദൂരെ പോവാം. നമ്മൾ മെയിൻ റോഡിൽ മെയിൻ റോഡ് ഇത് പത്തനംതിട്ടയ്ക്ക് പോകുന്ന റൂട്ടാ. ഇതേതാണ് സ്ഥലം? ഇതേതാ സ്ഥലം? ഇതൊരു പത്തനംതിട്ടയ്ക്ക് പോകല്ലേ? എങ്ങനെ കാണാൻ എല്ലാം ഉള്ളിടത്തോട്ട് പോയാൽ മതി, എല്ലാ ചുമ്മാ ഒന്നും പോകാം. വന്ന വഴിക്കല്ല ആനപ്പിണ്ടമാണല്ലോ. എന്നാ തിരിച്ചു അവിടെ ഒന്നും ഇല്ലേ പോവാ. അവിടെ എനിക്കറിയാം ആ റൂട്ട്. നീ പോട്ടുണ്ടോ? ഇങ്ങോട്ട് ആ റൂട്ട് അവിടുന്ന് അവിടുന്ന് നേരെ തന്നെ. അവിടെ എന്തുവാണോ ഉള്ളേ? മാതൃക ഫോറസ്റ്റ് സ്റ്റേഷൻ. ഇതൊരു വാങ്ങുവഴി നൈസ് റോഡാണ്. നല്ല റോഡ്. പഞ്ഞിമരത്തിന്റെ പഞ്ഞിയാണ് അവിടെ എല്ലാം ഉണ്ട്. ഇങ്ങനെ പോകുമ്പോഴായോ നീ ഇവിടെ നിർത്ത് KSRTC വരട്ടെ, വളഞ്ഞു വരട്ടെ. പാർക്കിട്ടേ പറഞ്ഞിട്ട് വരും. കൈ കാണിക്ക് പാർക്കിടാൻ പറ. നിന്നോടല്ലടാ. ഇതൊരു വെള്ളമുള്ളപ്പം വെള്ളച്ചാട്ടമാണ്. ഇപ്പം പാറ മാത്രവും. വെള്ളമുള്ളപ്പോൾ മണ്ടേന്നൊക്കെ വെള്ളം വരും. ഏത് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ചെന്ന് ഇതുപോലെ പാന കാണും. ഇത് നൈസ് വ്യൂ ആണ്. ഇത് ഓപ്പോസിറ്റ് ഞാൻ കാണിച്ചു തരാം. സെറ്റല്ലേ? നമ്മൾക്ക് ഭ്രാന്താന്ന് തോന്നുന്നു. ഇതുകൊണ്ട് വട്ടമിട്ട് കളിക്കും. പെട്രോളിൻ്റെ അഹങ്കാരമാണ്. 2 വണ്ടിയും മൈലേജുകളുടെ പുലിയില്ലേ? പെട്രോളിൻ്റെ അഹങ്കാരമാണ്. ക്ലിക്കൂടെ തത്ത വല്ലതും കാണും ഇതിനകത്ത്. തെങ്ങിൻ്റെ അകത്ത് ഉണ്ടോ? ഉണ്ടോ? മതി ഇവിടെ എത്രണ്ട് ഷൂ ഒക്കെ മരമുണ്ടെന്ന് പറയുന്നത്.
പേരയ്ക്ക പറിക്കുക. കാട്ടിൽ നിന്ന് പേരയ്ക്ക അതെ കാട്ടിലൊന്നുമല്ല റോഡിലാണ് പേര്. ഇതാണാ നിന്റെ കാട്ടിലെ പേരാ? റോഡ് സൈഡിൽ ഇരിക്കുന്ന പേര കണ്ടിട്ട് കാട്ടിലെ പേര്. ഇന്നത്തെ പേരയ്ക്കായും മാങ്ങയൊന്നും എന്തിയാ വിളഞ്ഞൊന്നും ഇല്ല, എല്ലാം ചെറുത് പൊട്ട് പേരയ്ക്ക കണ്ടിട്ട് നിർത്തി. കുരങ്ങ് പറിച്ച് ഇത്തെ പേരയ്ക്ക ഉണ്ടെങ്കിൽ ഇമാർക്ക് ഒരു ടാസ്ക് കൊടുത്തേക്കുന്നു, ഒരു വിളഞ്ഞ പേരയ്ക്ക ഇത് പറിച്ച് കാണിക്കും. ഇലയൊന്നുമില്ല. ആ വിളഞ്ഞ പേരയ്ക്ക നീ പറിക്കുക. ആ ഇതൊക്കെ പൊട്ട് പേരയ്ക്ക, ഇതൊക്കെ എങ്ങനെ പറിക്കാൻ? ഇതുണ്ട്, ഇതാ ഞാൻ പറഞ്ഞു. നിങ്ങൾ അങ്ങോട്ട് പോകുന്ന നേരത്തെ ഞാൻ കാണിച്ചില്ലേ പഞ്ഞിമരം, പഞ്ഞി ഇവിടെ ഇതുണ്ടോ, അത്തപ്പൂ വിരിച്ചോണ്ട് കിടപ്പുണ്ട്. നമ്മളിപ്പോൾ UK ചെന്ന് ഗൈസ്, UK മഞ്ഞ് പെയ്യുന്നു. ഉണ്ടെങ്കിലല്ലേ കാണിക്കുന്നില്ല. നമ്മുടെ ആനയെ കാണാത്തവരുണ്ടെങ്കിൽ ആനയെ പോയി കാണുക. വീട്ടിൽ നീ ആടിയടാ, അപ്പൊ കുറെ പേര് കണ്ടോളൂ. ആനയെ ഞങ്ങളൊരു ആന ഇറങ്ങുന്ന വീഡിയോ കാണിച്ചായിരുന്നു. ഞങ്ങൾ തോട് കാണാൻ ഇറങ്ങിയത്. അപ്പോൾ ആനയെ കണ്ടു. കുമ്പളല്ല എന്ത് കുമ്പള? കാട്ടി കുമ്പള നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുമ്പളല്ല കാണിച്ചില്ല. വണ്ടിയൊക്കെ വരുന്നുണ്ട്. ഇത് കാട്ടിലെ കുമ്പളല്ല കാണണം നിങ്ങൾക്ക്. അവിടെ നിൽപ്പുണ്ട്, അങ്ങോട്ട് പോയാൽ കാണാൻ പൂത്ത് നിൽപ്പുണ്ട് കുമ്പള. ഇത് കുമ്പളല അല്ലടാ, അപ്പുറത്താണ് നിൽക്കുന്നത്. ഇത് കുമ്പളലൊന്നുമല്ല, അപ്പുറത്താ. ഈ പൊട്ടനെ അറിയത്തില്ല കേട്ടോ. ഏത്? അതേണ്ട് കൈസ് കുമ്പളല്ല. ഐസ് കുമ്പള, നല്ല സ്മെല്ലുണ്ട്. ഇതൊക്കെ നല്ല വരിക്ക ചക്കപ്പഴോ ഊഴച്ചക്കപ്പഴോ കിട്ടിയിട്ടുണ്ട്. അതാ കുമ്പള ചൂഴിട്ടി അങ്ങ് പിടിക്കണം. ഇമാർക്ക് അറിയത്തില്ല കൈസ്. നല്ല മണമുണ്ട്. നല്ല മണമുണ്ട്. പിന്നെ മൂക്കിലെല്ലാം അടഞ്ഞിരിക്കും നിങ്ങളുടെ. തിരുമി സ്മെല്ല് എന്നിട്ട് അഭിപ്രായം പറ. കണ്ടിട്ട് പള്ളി പോലെ തോന്നുന്നു. സ്മെല്ല് ചെയ്തിട്ട് അഭിപ്രായം പറ. എന്തൊരു അമ്പലം കണ്ടിട്ട് പള്ളി പോലെ തോന്നുന്നു. അമ്പലം ഇതിന് അമ്പലം, ഇതിന് മറ്റേ വേറെ പേരല്ലേ പറയുന്നത്? തറ, മലക്കോട്ട. ഇവിടെ ആന വരുന്നതായിരിക്കും കേട്ടോ. അതുവഴിക്ക് ആന വരുന്നതായിരിക്കും അല്ലേ? കെട്ടുകയാണെങ്കിൽ ദേക്കുണ്ട്, എന്ത് ചെയ്യാനാ? ആ മരം മതി. അതെന്നാടാ? എന്തോ മരമാടാ അത്? അതുണ്ടോ? ഈ പേരയ്ക്ക പറിക്കുവാണെങ്കിൽ, വിളഞ്ഞ പേരയ്ക്ക പറിക്കുവാണെങ്കിൽ ഇപ്പം ഞാൻ കുഴിമന്തി വാങ്ങി കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവനൊരു പേരയ്ക്ക പോയിട്ടൊരു പേരയിലോ പിന്നെ കരിഞ്ഞു നിൽക്കുന്ന മരത്തെ ബദാങ്ക്. എടാ മഞ്ഞല്ലല്ലോ എന്നാ പഞ്ഞിമരം. ഏട്ടാ പഞ്ഞിമരം കിടക്കും. പഞ്ഞിയുടെ പൂ കിടക്കുന്നുണ്ട്. പഞ്ഞി കിടക്കുന്നുണ്ട്. നീ പേരയ്ക്ക പറിക്കുക. ഇന്നാവോ പേരയ്ക്ക പറിക്കുക. ഇന്ന് ഞാൻ ഇവിടുന്ന് പോകത്തില്ല. ആ വിളഞ്ഞ പേരയ്ക്ക ആയിരിക്കണം. അവനെ അയ്യോ ഇന്ന് പേരയ്ക്ക പറിക്കാതെ, വിളഞ്ഞ പേരയ്ക്ക പറിക്കാതെ ഇവന് വീട്ടിൽ വിടത്തില്ല. ഈ വിളഞ്ഞ പേരയ്ക്ക പറിച്ചിട്ട് പോയാൽ കുരങ്ങനും ഒക്കെ പറിച്ചോട്ടെ. അത് അതിന് കഴിക്കാൻ വേണ്ടിയേ കൂടെ നട്ട് വെച്ചേക്കുന്നു. അപ്പം കുഴിമന്തി ഇല്ല, നമ്മളെന്നാ പോവാ. നല്ല പൂവൊക്കെ നിൽക്കുന്നുണ്ട് തന്നെ, കായ്ക്കുന്നുണ്ട്. പക്ഷേ എല്ലാം പൊട്ട പേരയ്ക്ക നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവാം. ഓക്കെ, പേരയ്ക്കൊന്നും ഇല്ല. അപ്പം അവൻ തോറ്റൊന്നും സമ്മതിച്ചിരിക്കുന്നു. ചെറിയ പേരയ്ക്ക ഉള്ളായിരുന്നു. എന്നാൽ പോയാലോ? ഒന്ന് പോയിട്ടേക്കാം. എന്നാടാ അവിടെ? എടോ ഇത്ര അടുത്ത് നമ്മൾ സാധനം കിടന്നിട്ട് കണ്ടില്ല. കണ്ടോ സാധനം? കണ്ടോ
എന്നറിയോ? എലിഫന്റ് ചാണകം. എലിഫന്റ് മെയിൻ റോഡ് സൈഡിലാട്ടോ നമ്മൾ പോയ കുഞ്ഞു. ഇവിടെ നിൽക്കുന്നില്ല, എന്നാൽ ഇരുട്ടാവും. ഇവന് മറ്റേ സാമ്പ്രാണിയുടെ പരിപാടിയുണ്ട്. നമ്മൾ പുണ്യാളനല്ലേ, അതിൻ്റെ പരിപാടിയുണ്ട്. ഇവൻ വൈകിട്ട് വന്നിട്ട് ചാക്കിനകത്ത് വാരിക്കൊണ്ട് പോകും. ഇവൻ കുറേ നേരമായി ചെരുപ്പൊക്കെ ഊരി ചവിട്ടി ഗൈസ്, മുടിയോളെ. നമ്മളിവിടുന്ന് പോവാം. ഓക്കെ, നമ്മളിവിടുന്ന് നൈസായിട്ട് തിരിച്ചു പോവാം. ഇവിടെ തിരിച്ചു പോവാണേ. അത്യാവശ്യം നല്ല രീതിയിൽ ഇരുട്ടിയിട്ടുണ്ട്. അതായത് ഒരു സമയം 6:30. ചെറിയ പേടി, വലിയ പേടിയാണ്. പിന്നെ അവനിവിടെ ഉള്ളതായതുകൊണ്ട് കുഴപ്പമില്ല, അവനോടൊക്കെ പരിചയമാണ്. എങ്കിലും ഈ പിണ്ടങ്ങൾ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് ഒരു നെഞ്ചത്തി പിടിക്കും. ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ട്. ആകെ നമ്മളെ 2 വണ്ടി കണ്ടിട്ടുണ്ട്, ഇതിൽ വേറെ വണ്ടിയില്ല. ആകെ 2 വണ്ടി കണ്ടിട്ടുള്ളൂ, വേറെ വണ്ടി ഒന്നും ഇങ്ങോട്ട് കയറി ഇതുവരെയായിട്ടും വന്നില്ല. നടക്കുന്നു ഉണ്ട് ചെറുതായിട്ട്.